രണ്ട് ചിത്രങ്ങൾ, രണ്ട് സംഭവങ്ങൾ, അത് മതി. കേരളത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ട്. കേരളം ഭരിക്കുന്നത് UDF സർക്കാർ ആണെങ്കിലും BJPക്ക് വേണ്ടിയാണ് UDF സർക്കാർ പ്രവർത്തിക്കുന്നത്, ഭരിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന രണ്ട് സംഭവങ്ങൾ, രണ്ട് ചിത്രങ്ങൾ. നേരത്തെ തന്നെ ആരോപണമുണ്ട്, കേരളത്തിൽ BJPക്ക് വേണ്ടിയാണ് UDF സർക്കാർ ഭരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ മുൻകൈയെടുത്ത് BJPക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, BJP നേതാക്കളെയും പ്രവർത്തകരെയും വേണ്ടപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ് വിമർശനം ഉയർത്തിയത്. എന്നാൽ അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതെങ്ങനെയാണ് നടക്കുക? കേരളം ഭരിക്കുന്നത് UDF അല്ലേ? UDFിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷി മുസ്ലിം ലീഗല്ലേ? അങ്ങനെയുള്ള ഒരു സർക്കാർ എങ്ങനെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കും, BJPയുടെ നയങ്ങൾ നടപ്പാക്കും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്ന് വെച്ചാൽ സംശയമുണ്ടായിരുന്നു, അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന കാര്യത്തിൽ. ഇപ്പോഴിതാ അപ്പുറത്ത് തന്നെയാണ്. BJPക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ UDF സർക്കാർ ഭരിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്ന രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നു. അതിലൊന്ന് IP ബിനു എന്ന CPIM നേതാവിനെ വിലങ്ങണയിച്ച് കൊണ്ടുപോകുന്ന ചിത്രമാണ്, സംഭവമാണ്. ED പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തുന്നു. അന്ന് CPM പ്രവർത്തകർ വീടിന് മുന്നിൽ സംഘടിക്കുന്നു. ED ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. 30ഓളം CPM പ്രവർത്തകർ അറസ്റ്റിലാകുന്നു, ജയിലിൽ കഴിയുകയാണ്. അതിൽ CPIMന്റെ പാളയം ലോക്കൽ സെക്രട്ടറി കൂടിയായ മുൻ കൗൺസിലർ കൂടിയായ IP ബിനു, അദ്ദേഹം കടുത്ത പ്രമേഹ രോഗബാധിതനാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിലങ്ങണിയിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ചിത്രങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അതേസമയം R സുഗതൻ BJPയുടെ തിരുവനന്തപുരത്തെ കൗൺസിലറാണ്, BJPയുടെ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്, കാപ്പ കേസിൽ പ്രതിയായി. കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന R സുഗതനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വിലങ്ങണിയിക്കുന്നില്ല. പോലീസുകാരുമായി സൗഹൃദ സംഭാഷണം നടത്തി ആഘോഷത്തോടെ ആഹ്ലാദത്തോടെ നടന്നു വരുന്ന R സുഗതനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകും. രണ്ട് സംഭവമാണ്, രണ്ട് കേസാണ്. ഒന്നിൽ BJP നേതാവാണ് പ്രതി, അതും കാപ്പ കേസ്, വിലങ്ങണിയിക്കുന്നില്ല. മറ്റൊരു കേസ് EDക്കെതിരെയുള്ള പ്രതിഷേധമാണ്. EDക്കെതിരെ പ്രതിഷേധിക്കുക എന്ന് വെച്ചാൽ BJPയെ വല്ലാതെ നോവിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ CPIM നേതാക്കൾക്ക് പിറകെ ED നടന്നു തുടങ്ങിയിട്ട് കാലം കുറയായി. ആരെയും പിടിക്കാൻ പറ്റുന്നില്ല. കോടിക്കണക്കിന് രൂപ കൈവശം വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ കരുതുന്നത് ED ഉദ്യോഗസ്ഥരും BJP നേതാക്കളും. പക്ഷെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നും അങ്ങനെ വലിയ തുകയൊന്നും കയ്യിൽ വരുന്നില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് 10 വർഷമായി കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി കേസ് പോലും, ആരോപണമായി പോലും കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷത്തിന്. അവസാനം അദ്ദേഹത്തിൻ്റെ മകൾ ഒരു കമ്പനി നടത്തി, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെ പിടിച്ച് ഇതാ കോടികളുടെ അഴിമതി. എത്രയാണ്? 1,72,00,000 അഴിമതി. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിക്ക് എതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞ ഏക അഴിമതിയാണ് മകളുടെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കേസ്. അത് പിടിച്ച് പിണറായി വിജയന്റെ കുടുംബം അഴിമതിക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുകയും ED കേസെടുത്ത് അന്വേഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് പ്രതിഷേധം ഉയർന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത CPM പ്രവർത്തകരെയാണ് കോൺഗ്രസ് സർക്കാർ, BJPയുടെ താല്പര്യമാണ് കൈവിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്നത്. അതേസമയം BJP നേതാവിന് കൈവിലങ്ങില്ല. അദ്ദേഹം കൈവിലങ്ങില്ലാതെ പോലീസുകാരുമായി കുശലം പറഞ്ഞ് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ, ഫോട്ടോ പുറത്തു വരികയും ചെയ്യുന്നു. ഇവിടെ ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്ന് ഒന്നുകൂടി വിളിച്ചു പറയുന്നതാണ് ഈ ദൃശ്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കഴിഞ്ഞ 2 മാസം കേരളം ഭരിച്ച UDF സർക്കാരിൻ്റെ കാലത്ത് എടുത്ത തീരുമാനങ്ങളിൽ മഹാഭൂരിപക്ഷവും BJPക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം കൂടി ഉണ്ടാകുന്നത് എന്നോർക്കണം. EDക്ക് എതിരെ സമരം ചെയ്തതിന് എന്തിന് CPM പ്രവർത്തകർക്ക് കൈവിലങ്ങ് വയ്ക്കുന്നു? ED ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസ് നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ പാവയായി പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിയാണ് എന്ന് പലവട്ടം രാഹുൽ ഗാന്ധി തന്നെ
പരസ്യമായി പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ട്, സോണിയാഗാന്ധിക്കെതിരെ കേസുണ്ട്. അപ്പോഴൊക്കെ ഇ ഡിക്കെതിരെ വലിയ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ്. അതിൽ CPIM കൂടി പങ്കാളിയായിട്ടുണ്ട്. അതേ ഇ ഡി കേരളത്തിൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ, അതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ ആ പ്രതിഷേധക്കാരെ എങ്ങനെയാണ് കേരളത്തിലെ UDF സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവ് മാത്രം മതി. കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയുണ്ട്. BJPയുടെ അജണ്ടയാണ് കേരളത്തിൽ കോൺഗ്രസ് നടപ്പാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ.